ഈഴും വീശിവാ സുരരാഗമയൂരമേ ആയിരം വരവന്ദനങ്ങൾ ആയിരം വരവന്ദനങ്ങൾ ആടുമീ ഋതുസന്ധ്യേ ഈഴും വീശിവാ സുരരാഗമയൂരമേ. നമസ്കാരം. ഗാനമതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സുരഭിയാണ്. വെൽക്കം സുരഭി. താങ്ക് യു. സുരഭി ഇവിടെ എന്ത് ചെയ്യണു? ഇവിടെ ജെയിംസ് അബ്രഹാം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയി, ഇപ്പോൾ ഫ്രീ ആയി പാട്ടൊക്കെ പാടാനുള്ള ഒരു മൂഡിലാണ്. അപ്പോൾ സുരഭിയുടെ ഒരു പാട്ടിലേക്ക് ഒരു ലളിതഗാനാണ് അരുന്ധതി മാം പാടിയേക്കുന്നത്. സ്കൂളിൽ ലളിതഗാനങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഒരു ലളിതഗാനം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ പാട്ടാണ് പാടാം. നടന്നാലെനിക്കൊരു പുണ്യതീരമുണ്ടാകുമോ? മണ്ണിലല്ലാതെ മഞ്ഞുപോവിൻ്റെ മന്ദഹാസമുണ്ടാകുമോ? വ്യോമഗംഗയിലായിരം കോടി താരകങ്ങൾ വിളിക്കലും ശ്യാമമോഹിനി പോകില്ല ഞാൻ, നിൻ സ്വരാഞ്ജലിയാണു ഞാൻ. വിശ്വസാഗര ചിപ്പിൽ വീണ സകലാവണ്യ ബാഷ്പമേ, ദേവഹർഷങ്ങൾ കാത്തു നിൽക്കവേ ദേവിയായി നീ ഭൂമിയായി. വിശ്വസാഗര ചിപ്പിൽ വീണ സകലാവണ്യ ബാഷ്പമേ. നല്ലൊരു ലളിതഗാനമാണ്. അതെ അതെ. ഇപ്പൊ ലളിതഗാനങ്ങള് അങ്ങനെ ഇല്ല, അധികം ആരും പാടി കേൾക്കാറില്ല. പക്ഷെ ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു സുരഭി. കാരണം ലളിതഗാനങ്ങൾ മാത്രം വെച്ചിട്ട് നിധി ഒരു സിംഗർ വന്നിട്ട് നല്ലൊരു ഇതായിരുന്നു. കാരണം നമ്മൾ മറന്നുപോയ ഇതാണല്ലോ. പഠിച്ചു വരുമ്പോ നമ്മള് ലളിതഗാനങ്ങൾ ആദ്യം പഠിക്കും. സ്കൂൾ ടൈമിലൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ ആ ടൈമില് അത് ഓർമ്മ വരും. തീർച്ചയായിട്ടും സ്കൂൾ പാടിയ പാട്ടായിരുന്നു ഇത്. അതെ അതെ. പ്രൈസ് കിട്ടിയായിരുന്നു, സെക്കൻഡ്. അപ്പോൾ സ്കൂളില് പിന്നെ പ്രോഗ്രാംസ് സ്കൂളില് ഒരു 5th തൊട്ട് 9th വരെ സ്കൂളിലൊരു സബ്ജക്റ്റ് ആയിരുന്നു മ്യൂസിക്. ഇപ്പൊ ഒരു സുഗതകുമാരി ടീച്ചർ, ആകാശവാണിയിലൊക്കെ പാടിയിരുന്ന സുഗതകുമാരി ടീച്ചറാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്യും, പിന്നെ അങ്ങനെ പാടിയിരുന്നു. ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ പോയിരുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ പഠിച്ചുള്ളത് അതാ ബേസ്. പിന്നെ ഇവിടെ കൈരളി കലാകേന്ദ്രയില് കരാമയില് കുറച്ച് നാള് പോയിരുന്നു. ആരായിരുന്നു? നന്ദൻ കാക്കൂർ എന്ന് പറഞ്ഞിട്ട് സാറ്. ആള് മ്യൂസിക് ഡയറക്ടറും ഒക്കെയാണ്. പിന്നെ അതും ബ്രേക്കായി കോവിഡൊക്കെ വന്നപ്പോൾ. ഇപ്പൊ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സുചിത്ര നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരുള്ള ഒരു ടീച്ചറാണ്. നാട്ടിലെവിടെയാണ് സുരഭി? നാട്ടില് എൻ്റെ വീട് ചാവക്കാട്, ഹസ്ബൻഡ് കുന്നംകുളം. വീട്ടില് എനിക്ക് നാട്ടില് അമ്മ ഉണ്ട്, 2 ചേച്ചിമാര്. ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡും 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 മക്കള്. മൂത്താള് ഇപ്പോൾ മെഡിസിന് ജോയിൻ ചെയ്യാൻ പോണു. 2ാമത്തെ ആള് 11th പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കൈരളി കലാകേന്ദ്രയിൽ ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. ഒരു മ്യൂസിക്കൽ ആൽബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു. അപ്പം അവർ കൂടിയിട്ട് ഞങ്ങളൊരു ഓണത്തിനൊരു ആൽബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറാണ് മെയിനായിട്ട് സിങ് ചെയ്തത്, നമ്മൾ കോറസായിട്ട് പ്രൊഡ്യൂസ് അങ്ങനെയാണ് ചെയ്തത്.
പിന്നെ ഫിലിം സോങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സിംഗേഴ്സിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഇത്രമേര പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ വിജയ് യേശുദാസ് എൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. വേണുഗോപാൽ സാറിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പോൾ സുരഭിക്ക് ഇഷ്ടമുള്ള ഒരു ഫിലിം സോങ്? ഇതും എന്നെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെ. സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. പാട്ട് മ്യൂസിക് പറയുമ്പോൾ എപ്പോഴും സ്കൂളിലേക്ക് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇങ്ങനെ കൗരവർ എന്ന സിനിമയിലെ കനകനിലാവ് എന്നുള്ള പാട്ടുണ്ട്. പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സരി പ മഗ പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സരി പ മഗ സ മ മ മ ഗ ഗ സ സ സ സ ഗ സ നി 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 സ സ സ ഗ മ പ മ പ നി പ നി സ നി സ നി പ മ ഗ മ പ മ പ നി പ നി സ കനകനിലാവേ തൊഴിലുണരൂ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം ചോർന്നൊലിഞ്ഞു പോയി കളിമൺ വീണയിൽ സ്വരമേളങ്ങളിൽ കോമളലതകളിലോ മനമൈനകളെല്ലാം പാടി പൊൻവേലാടി മാനസവനികയിലാരവമിളകിയ നടനം തനദീം തദീം തരനദീം തദീം തരനദീം തദീം തരനദിരന ഇനിയും പ്രണയം വിടരാ കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി. വളരെ നല്ലൊരു പാട്ടല്ലേ? അതെ, അതെ. നമുക്ക് എപ്പോ കേട്ടാലും ഇപ്പോഴും അത് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ്. ഒത്തിരി പഴയ ഫിലിമിലൊരു ഒത്തിരി പഴയതല്ല, എങ്കിലും നമുക്ക് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു അതെ അതെ അതെ. അപ്പൊ ഇപ്പോ സ്കൂള് കഴിഞ്ഞു പിന്നെ നമുക്ക് കോളേജിലേക്ക് പോയല്ലോ. കോളേജില് പാട്ടൊക്കെ പാടാറുണ്ടോ? കോളേജിൽ പാടാറുണ്ട്. കോളേജിൽ ഞാൻ അങ്ങനെ കോമ്പറ്റീഷൻസിനൊന്നും പോയിട്ടില്ല. ഈ സെലിബ്രേഷൻസ് വരുമ്പോൾ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? കോളേജിൽ പാടിയ ഒരു തമിഴ് സോങ് പാടാം. ഓക്കെ. അടമഴை വരും അതിൽ നനയുമേ കുളിർ കാഴ്ചലോട് സ്നേഹം ഒരു പോർവയ്ക്കുള്ളിരുതൂക്കം കുളു കുളു പൊയ്കൾ சொல்லி என்னை வெல்வார் அது தெரிந்த கோடை அன்பே மனமதே நான் உதிர்பார்க்கும் எங்கே போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டால் உன்னாடிக்குள்ளே நான் வேண்டும் வசீகரா நெஞ்சினிக்கும் உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களில் ഏകങ്ക തേരും. കഴിഞ്ഞോ? ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ട്. അപ്പൊ ഈ പാട്ട് അതെ അതെ ഈ പറഞ്ഞ പോലെ കോളേജ് ടൈമിലും ഒക്കെ എല്ലാ പ്രോഗ്രാംസിനും മിക്കവാറും ഈ പാട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സുരഭിക്ക് ആ ഒരു സുരഭിയുടെ ഒരു ഐഡന്റിറ്റി തെളിയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ട് എങ്ങനെയുണ്ടോ? അങ്ങനെ ഗ്രൂപ്പായിട്ട് അധികം പാടിയിട്ടുള്ളത് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമിൽ. പിന്നെ ഇൻഡിവിജ്വലായിട്ട് പാടിയ പാട്ടുകൾ ആ സമയത്ത് പാടിയ പാട്ടുകളാണ്. പിന്നെ ഞാൻ ഓൺലൈനിലേക്ക് വെറുതെ ഇങ്ങനെ പാടിയിട്ടു. നമ്മള് സ്കൂള് കഴിഞ്ഞു, അടുത്ത കോളേജിലായി, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി. വീട്ടില് പാട്ടൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്, എപ്പോഴും പാടാറുണ്ട്. പാടി ബുദ്ധിമുട്ടിക്കാറുണ്ട് എല്ലാവരെയും. ഹസ്ബൻഡും മക്കളും ഒക്കെ ഒരു പരിധി വരെ എൻജോയ് ചെയ്യാറുണ്ട്. അതെ.
അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇപ്പം ഞാൻ പാടിയ വസീകര. നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും ഒരുമിച്ചുള്ളപ്പോൾ പാടും, പിന്നെ കാറിൽ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ പാടുന്ന മെയിൻ സോങ് അത്. വീട്ടിൽ മാത്രമല്ല കാറിൽ പോയാലും ഹസ്ബൻഡിനെ ഫ്രീ ആയിട്ടിരിക്കാൻ സമ്മതിക്കില്ല. എനിവേ ഇപ്പോൾ മക്കള് പാട്ട് എങ്ങനെയാണ്? മക്കള് പാടാറില്ല. അവര് മോന് പഠിച്ചിരുന്നു കുറച്ച് നാള്, പിന്നെ അവന്റെ സൗണ്ടൊക്കെ ചേഞ്ച് ആയപ്പോൾ ആൾക്ക് കോൺഫിഡൻസ് ഒക്കെ പോയി. ഒരു മോനും ഒരു മോള്. മോള് വെസ്റ്റേൺ കുറച്ച് പാടും, ക്ലാസിക്കൽ മലയാളം പാടാറില്ല. പിന്നെ അപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമിന് ഇങ്ങനെ സോളോ സോങ്സ് ഒക്കെ എങ്ങനെ ഇടയ്ക്ക് പാടിയിട്ടുണ്ട് പാട്ട്. അപ്പോൾ അത് മാത്രമല്ല, ചിത്ര ചേച്ചിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് വേണ്ടേ നമുക്ക്? ചിത്ര ചേച്ചിയുടെ പാട്ട് ഓക്കെ പാടാം. തോമഞ്ഞിൻ നെഞ്ചിരുതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പോതിങ്കളേ, തോമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, പൂത്തു നിന്ന കടമ്പേ പുഞ്ചിരി പൂമൊട്ടുകൾ ആരാമ പന്തലിൽ ഓത്തുപോയിന്നോ, കളഭമില്ലാതെ നീ തിരുനാളമില്ലാതെ സ്വർണ്ണമീനുകളും പാടും കിളിയുമില്ലാതെ നീനായെന്തിനും മുന്നിൽ വന്നു പനിനീർകുടം നെയ്യുവാൻ തിങ്കളേ, തോമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. ഇതും നല്ലൊരു പാട്ടാണ്. സുരഭിയുടെ സെലക്ഷൻ സൂപ്പർ ആട്ടോ. എല്ലാ പാട്ടുകളും ഈ പാട്ടുകളൊക്കെ അതെ 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 ഇഷ്ടമുള്ള പാട്ടുകൾ. അതെ അതെ ആ ഒരു നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന കുറച്ച് പാട്ട്, നല്ല എല്ലാ പാട്ടുകളും എനിക്ക് സുരഭി പാടിയ എല്ലാ പാട്ടുകളും സൂപ്പർ ആട്ടോ. അതെ തീർച്ചയായും എല്ലാ ഇതുപോലെ തന്നെ ഉള്ള സെലക്ഷൻസ് ഒക്കെ ഇനിയും കൊണ്ടുവരണം കേട്ടോ. ശരിക്കും നല്ല രസമുള്ള പാട്ടുകളാണ്. അപ്പോൾ നമുക്കിനി ഒരു പാട്ട് കൂടെ ആയല്ലോ. ഇതും പഴയ പാട്ട് തന്നെയാണ്, ജാനകി അമ്മയുടെ. ഓക്കെ, ഞാനിതിൻ്റെ അനുബലയെ തൊട്ട് പാട്ട്. കണ്ണിൽ കത്തും ഭാവജാലം പീലി നീത്തി ബന്ധങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി, കണ്ണിൽ കത്തും ഭാവജാലം പീലി നീത്തി ബന്ധങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി, സ്വർണ്ണത്തിരേ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ തേരോട്ടം, ആ മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാ
മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പോവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാ മധു തേടിപ്പോയി. സൂപ്പർ. സെലക്ഷൻ ഓഫ് സോങ്സ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം സുരഭി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ. ഇനിയും നമുക്ക് കാണണം. ചേട്ടൻ ചേച്ചിക്കൊക്കെ ഒരുപാട് നന്ദി. പാട്ടുകൾ പാടാൻ കഴിഞ്ഞാലും സന്തോഷം. ഓക്കെ, ഇന്നു മുതൽ നമ്മുടെ ഗാനാമൃതത്തിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ സിംഗേഴ്സിനും ഡെൽമ ആയുർവേദിക് സെൻറ്റർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. 100 ദിറംസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ 100 ദിറംസിൻ്റെ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ഡെർമയിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സുരഭിക്ക് ഈ ഒരു സമ്മാനം കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഇത് മേടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.